ഹലോ, നമുക്ക് പെട്ടെന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഞാൻ ഇന്നിവിടെ ഒരു എഗ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കണത്. ഇതെങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണേ നോക്കാം. വൈകുന്നേരം കറിയൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോൾട്ടാ. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലകളൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതൊക്കെ ചേർത്തൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി വാടി സവാളും തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഇതൊക്കെയാണ് മസാലകളായിട്ട് എടുത്തേക്കണം. മസാലകളൊക്കെ ചേർത്ത് നന്നായി ഇളക്കി ആ മസാലയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായി ഇളക്കി കഴിയുമ്പോൾ നമുക്ക് വറുത്ത ഒരു അര സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് ഒന്നും കൂടെ നന്നായി ഇളക്കിയിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് അരിയായിട്ട് എടുത്തേക്കണേ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളാട്ടോ വേണ്ടേ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒറ്റ വിസിലടിപ്പിക്കാം. വിസിലടിച്ച് എയർ പോയി കഴിഞ്ഞിട്ട് കുക്കർ തുറന്നാൽ മതി. നമ്മുടെ എഗ് ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. റൈസ് ഒക്കെ കറക്റ്റ് വേവിന് വന്നിട്ടുണ്ടാവും. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കാഷ്നട്ട് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടുന്നുണ്ട്. ഇപ്പൊ ഇത്രേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റാട്ടോ. നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യം കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.